ജാർഖണ്ഡ് വിധി എഴുതുകയാണ്. ഒരു ഭാഗത്ത് ഹേമന്ത് സോറനും കോൺഗ്രസും, മറുഭാഗത്ത് BJP. കനത്ത പോരാട്ടമാണ് ജാർഖണ്ഡിൽ നടക്കുന്നത്. നവംബർ 13-നായിരുന്നു 43 മണ്ഡലങ്ങളിലെ ഒന്നാം ഘട്ട പോളിംഗ്. 2 ഘട്ടങ്ങളായുള്ള തെരഞ്ഞെടുപ്പിൽ അവസാനഘട്ട പോളിംഗാണ് നവംബർ 20-നുള്ളത്. ഭരണം നിലനിർത്തും എന്ന ഉറച്ച വാശിയിൽ നിൽക്കുകയാണ് ജയമമും ഹേമന്ത് സോറനും. മറുഭാഗത്ത് ഏത് വിധേനയും ഭരണം പിടിക്കും എന്നുള്ള വാശിയിൽ തീവ്ര പ്രചരണവുമായിട്ടാണ് BJPയും. ആർക്കും വിജയം പ്രവചിക്കാൻ കഴിയാത്ത ജാർഖണ്ഡിൽ വിവിധ വിഷയങ്ങളാണ്, സംസ്ഥാന വിഷയങ്ങൾ മുതൽ ദേശീയ വിഷയങ്ങൾ വരെ തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ നിർണ്ണയിക്കുന്ന നിർണായക ഘടകങ്ങളാകുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ 27% ഗോത്രവർഗ വിഭാഗങ്ങൾ വരുന്ന 81 സീറ്റിൽ 28 സീറ്റും ST വിഭാഗത്തിനായി സംവരണം ചെയ്തിട്ടുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഒരു ഭാഗത്ത് നിൽക്കുന്ന JMMനൊപ്പം കോൺഗ്രസും RJDയും നിൽക്കുന്നു. മറുഭാഗത്ത് BJPയാണ്. BJPക്കൊപ്പം ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയനുണ്ട്. അതോടൊപ്പം തന്നെ JDU ഉണ്ട്. രാംവിലാസ് പാസ്വാൻ്റെ പേരിലുള്ള LJP ഉണ്ട്. ഈ 4 പാർട്ടികളാണ് പ്രധാനമായും BJP സഖ്യത്ത് NDA പക്ഷത്തിൽ നിൽക്കുന്നത്. NDA വേഴ്സസ് ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിലും പറയാവുന്നതാണ്. 81 സീറ്റിൽ BJP 68 സീറ്റിൽ മത്സരിക്കുമ്പോൾ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ 10 സീറ്റിൽ മത്സരിക്കുന്നു. JDU 2 സീറ്റിൽ മത്സരിക്കുന്നു. LJP രാംവിലാസ് വിഭാഗം 1 സീറ്റിൽ മത്സരിക്കുന്നു. മറുഭാഗത്ത് ഇന്ത്യ മുന്നണിയിൽ പ്രധാനപ്പെട്ട പാർട്ടി JMM ആണ്. ഷിബു സോറൻ്റെ JMM, ജാർഖണ്ഡ് മുക്തി മോർച്ച, ഇപ്പോൾ ഹേമന്ത് സോറൻ നയിക്കുന്ന മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറൻ്റെ പാർട്ടി. JMM 41 സീറ്റിലാണ് മത്സരിക്കുക. 81-ൽ 41, പകുതി സീറ്റും 1 സീറ്റ് അധികവും ഒരു സീറ്റ് വേണമെങ്കിൽ അധികം എന്ന് പറയാം. 41 സീറ്റിൽ മത്സരിക്കുന്നു. ഈ കോൺഗ്രസ് മത്സരിക്കുന്നത് 30 സീറ്റുകളിലാണ്. RJD 6 സീറ്റിലും CPI ML 4 സീറ്റിലും മത്സരിക്കുന്നു. ഇതാണ് 2 മുന്നണികളിലെയും നിലവിൽ മത്സരിക്കുന്ന കക്ഷികളുടെ സീറ്റ് നില. ജാർഖണ്ഡിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട പ്രത്യേകത, ജാർഖണ്ഡിൽ ഈ ഹേമന്ത് സോറൻ സർക്കാരിന് മുൻ സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ്, BJP സർക്കാരിൻ്റെ കാലത്ത് മാത്രമാണ്, രഘുബർ ദാസിന് മാത്രമാണ് 5 വർഷം തുടർച്ചയായി ഒരു മുഖ്യമന്ത്രിക്ക് ഭരിക്കാൻ കഴിഞ്ഞത്. മറ്റെല്ലാ തവണയും മുഖ്യമന്ത്രിമാർ ഒരേ ഭരണത്തിൽ തന്നെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. ഒറ്റ കക്ഷിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള അവസരവും ജാർഖണ്ഡിൽ 2000 രൂപം കൊണ്ട ജാർഖണ്ഡിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പ്രാദേശിക കക്ഷിയായ JMM തന്നെയാണ് ജാർഖണ്ഡിലെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കക്ഷിയായി നിൽക്കുന്നത്. കോൺഗ്രസും BJPയും ഒക്കെ പ്രധാനപ്പെട്ട കക്ഷികളായി തന്നെ ജാർഖണ്ഡിലുണ്ട്. ഇത്തവണയും പോരാട്ടത്തിൻ്റെ മുഖ്യ മുനയായി നിൽക്കുന്നത് ഹേമന്ത് സോറനാണ്, ജാർഖണ്ഡിൻ്റെ മുഖ്യമന്ത്രി. കഴിഞ്ഞ തവണ അഴിമതി ആരോപണത്തെ തുടർന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ കേസിനെ തുടർന്ന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചു. അന്ന് ചമ്പായ് സോറന് മുഖ്യമന്ത്രി പദവി നൽകി. ചമ്പായ് സോറൻ ജയിലിൽ നിന്ന് ജാമ്യം കിട്ടി മടങ്ങി വരുമ്പോൾ ചമ്പായ് സോറനെ മാറ്റി വീണ്ടും മുഖ്യമന്ത്രിയാകുമ്പോൾ ചമ്പായ് സോറൻ പിണങ്ങി പാർട്ടി വിട്ട് BJPയിലേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. അങ്ങനെ അതിസങ്കീർണമായ, അതോടൊപ്പം തന്നെ ഹേമന്ത് സോറൻ്റെ മൂത്ത സഹോദരൻ, മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ ഭാര്യ സീതാ സോറൻ BJPയിലെത്തുന്നു. BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുന്നു. അത്തരത്തിലേക്കുള്ള പാർട്ടി മാറ്റങ്ങളുടെ കഥകളുമൊക്കെ അവിടെ ജാർഖണ്ഡിൽ അതീവ നിർണായകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ഘടകം ഹേമന്ത് സോറൻ തന്നെയാണ്. ഷിബു സോറൻ്റെ മകൻ എന്നത് ഹേമന്ത് സോറൻ്റെ ഒരു ചെറിയ മേൽവിലാസമല്ല. കാരണം ഗോത്രവർഗ വിഭാഗത്തിൽ നിന്ന് വരുന്ന പോരാളിയായ, ജാർഖണ്ഡ് സംസ്ഥാന രൂപീകരണത്തിന് നിർണായകമായ പങ്കുവഹിച്ച, ആദിവാസി ഗോത്രവിഭാഗങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി സായുധ സമരങ്ങൾക്കടക്കം നേതൃത്വം നൽകിയിട്ടുള്ള വിപ്ലവകാരി എന്നൊക്കെ അറിയപ്പെടുന്ന, ആ തരത്തിലേക്കൊക്കെ വലിയ സ്വാധീനമുള്ള, ഗോത്രവിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഷിബു സോറൻ്റെ മകനാണ് ഹേമന്ത് സോറൻ എന്നത് ഹേമന്ത് സോറന് നൽകുന്ന അധിക പ്രിവിലേജ് പ്രത്യേകമാണ്. അതോടൊപ്പം തന്നെ ഹേമന്ത് സോറൻ ഇപ്പോൾ ഷിബു സോറൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് ഏറെക്കുറെ വിട്ട ലക്ഷണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രായം കൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ സജീവമായ ഇടപെടലിലേക്ക് എത്തുന്നില്ല. അദ്ദേഹം മാറിയ സ്ഥിതിക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് മുന്നിൽ നയിക്കാൻ ഉള്ള ശേഷി തെളിയിച്ച നേതാവ് കൂടിയാണ് ഹേമന്ത് സോറൻ എന്നുള്ളത്. ഹേമന്ത് സോറൻ നേതാവായി മുന്നിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഏറ്റവും വലിയ ഘടകം. പ്രത്യേകിച്ച് ഹേമന്ത് സോറനെ കേസുകളിൽ പെടുത്തി ബോധപൂർവം അദ്ദേഹത്തെ ജയിലിലേക്ക് അയക്കുകയായിരുന്നു. ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയെ BJP വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു പൊതുവികാരം കൂടി അത്തരം ഗോത്രവിഭാഗങ്ങൾക്കിടയിലുണ്ട്.
പൊതുവെ ജാർഖണ്ഡിൽ അത്തരമൊരു വികാരമുള്ളതൊക്കെ ഹേമന്തിനെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി വരും. ഹേമന്ത് അഴിമതിക്കാരനാണെന്ന് BJPയും NDAയും പറയുമ്പോൾ അങ്ങനെയല്ല. BJPക്കെതിരെ കരുത്തുറ്റ പോരാട്ടം നടത്തുന്ന ഹേമന്തിനെ മനഃപൂർവ്വം BJP കുടുക്കുകയാണ് എന്ന മട്ടിലുള്ള പ്രചരണമാണ് ഇന്ത്യ മുന്നണി പ്രധാനമായും നടത്തുന്നത്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വിജയപ്രതീക്ഷ നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊന്ന്, 5 വർഷം ഭരിച്ചിട്ടും കാര്യമായ ഭരണവിരുദ്ധ വികാരം ജാർഖണ്ഡിൽ ഇല്ല എന്നത് ഹേമന്തിനെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെയാണ്. ഇന്ത്യ മുന്നണി വിജയപ്രതീക്ഷ കാണുന്ന ഒരു പ്രധാന ഘടകം അതാണ്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ നൽകുന്ന മയ്യ യോജനയാണ്. സ്ത്രീ വിഭാഗ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ JMM സർക്കാരിന് അനുകൂലമായി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന, വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതോടൊപ്പം തന്നെ ഈ കൽപ്പന സോറൻ്റെ വരവ്, കൽപ്പന സോറൻ കഴിഞ്ഞ ഏതാനും മാസങ്ങൾ മാത്രമേ ആയുള്ളൂ അവർ രാഷ്ട്രീയത്തിലേക്ക് സജീവമായി വന്നിട്ട്. കൽപ്പന സോറൻ പക്ഷേ പ്രചരണ വേദികളിൽ അതിശക്തയായിട്ടാണ് നിൽക്കുന്നത്. പ്രചരണ ജനക്കൂട്ടത്തേക്ക് ആകർഷിക്കുന്ന രീതിയിലേക്ക് പ്രസംഗങ്ങൾ നടത്താനും ഒപ്പം തന്നെ TV ചാനലുകളുമെല്ലാം തന്നെ പാർട്ടിക്കെതിരെ വരുന്ന ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു നേതാവ് എന്ന നിലയ്ക്ക്, പ്രത്യേകിച്ച് ഹേമന്ത് സോറൻ ജയിൽ ഉള്ളിലായിരുന്ന സമയത്ത് കൽപ്പന പാർട്ടിയുടെ മുഖമായി നിന്ന് നയിക്കാൻ കഴിഞ്ഞതും കൽപ്പന സ്ത്രീകളെ കൂടുതൽ ആകർഷിക്കാൻ കഴിയുന്നതെന്നൊക്കെ ഒരു നേട്ടമായി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം വോട്ടിൻ്റെ ഒരു പിന്തുണ JMMന് പൂർണ്ണമായും ലഭിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. മറ്റൊന്ന്, BJPയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായിട്ട് അവർ കാണുന്നത് താഴെ തട്ട് വരെയുള്ള സംഘടനാ സംവിധാനവും ജാർഖണ്ഡിനെ ഇളക്കി മറിച്ചുള്ള പ്രചരണമാണ്. അതും പ്രത്യേകിച്ച് ജാർഖണ്ഡിൽ JMMഉം കോൺഗ്രസും ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് വേണ്ടി നിലകൊള്ളുകയാണ്. അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു, അവർക്ക് കുറഞ്ഞ വിലയ്ക്ക് LPG 400 രൂപയ്ക്ക് LPG നൽകുമെന്ന് പറഞ്ഞപ്പോൾ അത് ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾക്ക് എല്ലാവർക്കും നൽകും. അതിൻ്റെ കൂട്ടത്തിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് അടക്കം നൽകുമെന്ന് പറഞ്ഞതിനെ കുടിയേറ്റക്കാർക്ക് LPG നൽകുന്ന തരത്തിലുള്ള പ്രചരണം ഉണ്ടാക്കി. അതൊക്കെ BJP വലിയ രീതിയിലേക്കുള്ള ഒരു ഹിന്ദു വോട്ട് ബേസിൻ്റെ ഒരു ഏകീകരണത്തിന് വേണ്ടിയുള്ള വലിയ ശ്രമം നടത്തുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതിൽ JMMനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ശക്തി JMMന് ഇപ്പോഴും ഉടയാത്ത ഗോത്രവർഗ മേഖല, 27% വരുന്ന ഗോത്രവർഗ മേഖലയിൽ വലിയ കരുത്താണ്. പ്രത്യേകിച്ച് ഒരു ഗോത്രവർഗ പാർട്ടി എന്ന നിലയ്ക്കുള്ള കരുത്താണ്. BJPയെ സംബന്ധിച്ചാണെങ്കിൽ അവിടേക്ക് ഇപ്പോഴും കാര്യമായി കടന്നു കയറാൻ കഴിയുന്നില്ല. ചമ്പായ് സോറൻ്റെ വരവോടുകൂടി, നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പായ് സോറൻ BJPയിൽ വന്ന് സരായ്ക്കലയിൽ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അത് ഈ ഗോത്രവർഗ വിഭാഗങ്ങളുടെ വോട്ടിൽ ഒരു വിള്ളൽ സൃഷ്ടിക്കാൻ കഴിയും, അല്ലെങ്കിൽ വലിയ ഒരു പരിധിവരെയെങ്കിലും അതിൽ BJPയിലേക്ക് അടുപ്പിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ BJPക്കുണ്ട്. BJPയെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയും അതുതന്നെയാണ്. ഗോത്രവർഗ വിഭാഗങ്ങളുടെ വോട്ടിൽ ഒരു വിള്ളൽ വീണാൽ അത് ചമ്പൈ സോറിന് കഴിഞ്ഞാൽ BJPക്ക് അനായാസം ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു കണക്ക് തന്നെയാണ് BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകം. അതോടൊപ്പം തന്നെ ഈ മഹദോ വിഭാഗക്കാരുടെ പാർട്ടിയായ നിർണായകമായ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ പിന്തുണയുള്ള ഒരു പാർട്ടി, മഹദോ വിഭാഗത്തിൻ്റെ പിന്തുണയുള്ളൊരു പാർട്ടി ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ. ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ്റെ ഈ മുന്നണിയുടെ ഭാഗമായി NDAയുടെ ഭാഗമായി എത്തിയെന്നത് ജാർഖണ്ഡിനെ BJPയെ സംബന്ധിച്ചും NDAയെ സംബന്ധിച്ചും വലിയ നേട്ടമായി തന്നെയാണ് കാണുന്നത്. മറ്റൊന്ന്, ബാബുലാൽ മറാണ്ടിയുടെ ജാർഖണ്ഡ് വികാസ് മോർച്ച പ്രജാതാന്ത്രിക് പാർട്ടി നേരത്തെ BJPയിൽ ലയിച്ചിരുന്നു. ബാബുലാൽ മറാണ്ടിയെ പോലെ വലിയ സ്വാധീനമുള്ള ഒരു നേതാവിനെ BJPയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് BJP വലിയ നേട്ടമായി കാണുന്നു. അതോടൊപ്പം തന്നെ OBCയുടെ പിന്തുണ മറ്റ് പല സ്ഥലങ്ങളിലും കോൺഗ്രസ് ലഭിക്കുന്നെങ്കിൽ ജാർഖണ്ഡിൽ OBC പിന്തുണ, ഗോത്രവർഗ്ഗങ്ങളുടെ പിന്തുണ പ്രധാനമായും അവിടെ JMM ലഭിക്കുമ്പോൾ ഗോത്രവർഗ്ഗ മായി തൊട്ടടുത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ജാതി ശ്രേണിയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന കരുതപ്പെടുന്ന, അല്ലെങ്കിൽ നേരിട്ട് കൂടുതൽ ഇടപെടേണ്ടി വരുന്ന മറ്റൊരു വിഭാഗം OBC ആണ്. സ്വാഭാവികമായും OBC വിഭാഗവും ഈ പറയുന്ന ഗോത്രവിഭാഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളൊക്കെ ഉണ്ട്. ഗോത്രവിഭാഗങ്ങൾ നിർണായകമായതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത്തരം സംഘർഷങ്ങളൊക്കെ ഉണ്ട്. ആ OBC വിഭാഗത്തിൻ്റെ പിന്തുണ പ്രധാനമായും കാണുന്നത് BJPക്കാണ്. അതിൽ കാര്യമായ ഇടിവ് ഇപ്പോഴും തട്ടിയിട്ടില്ല എന്നുള്ളത് BJPയും NDAയും നേട്ടമായി തന്നെയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ BJP വളരെ തന്ത്രപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, BJP വ്യാപകമായി തന്നെ സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ആരാണോ JMMൻ്റെ സ്ഥാനാർത്ഥി അത് ഗോത്രവിഭാഗങ്ങൾ, ഈ ഗോത്രവിഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ 27% എന്ന് പറയുമ്പോൾ
പലപ്പോഴും വ്യത്യസ്ത ഗോത്രവിഭാഗങ്ങൾ അവിടെയുണ്ട്. ഈ ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ JMMൻ്റെ സ്ഥാനാർത്ഥി ഏത് ഗോത്രവിഭാഗത്തിൽപ്പെടുന്ന ആളാണോ മറ്റു ഗോത്രവിഭാഗങ്ങളിൽ നിന്നെല്ലാം സ്ഥാനാർത്ഥികളെ സ്വതന്ത്രന്മാരായി BJP മത്സരിപ്പിക്കുന്നുണ്ട്. ഇവർ ഓരോരുത്തരും 500 1000 വോട്ട് വീതം പിടിച്ചു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി 4-5 പേരുണ്ടെങ്കിൽ 10,000-5000 വോട്ട് പിടിച്ചാൽ JMMൻ്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും വിജയകരമായി, ഹരിയാനയിലടക്കം വിജയകരമായി BJP പരീക്ഷിച്ച തന്ത്രമാണ് അത്. ഇക്കുറി അവിടെയും ജാർഖണ്ഡിലും വളരെ കൃത്യമായി തന്നെ BJP പരീക്ഷിക്കുന്നുണ്ട്. അത്തരമൊരു പരീക്ഷണം വിജയം കാണും എന്നൊരു പ്രതീക്ഷ കൂടിയാണ് അവർക്കുള്ളത്. മറ്റൊന്ന്, ഈ രണ്ട് പാർട്ടികൾക്കും ഒരേപോലെ തന്നെ പ്രശ്നമാകാൻ സാധ്യതയുള്ള ഒന്നാണ് അവിടുത്തെ 29കാരനായ ജയറാം മഹാതോയുടെ പാർട്ടി. അദ്ദേഹത്തിൻ്റെ പാർട്ടി പിന്നോക്ക വിഭാഗമായ കുർമികളുടെ പിന്തുണയുള്ള പാർട്ടിയാണ്. അവിടെ ജാർഖണ്ഡ് ലോക് താന്ത്രിക് ക്രാന്തികാരി മോർച്ച. ഈ പാർട്ടി പിടിക്കുന്ന വോട്ട് പ്രധാനമായും പക്ഷേ BJPയുടെ വോട്ട് ബാങ്കിലേക്കും അതോടൊപ്പം തന്നെ ഓൾ ജാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ്റെ വോട്ടിലേക്കുമായിരിക്കും കൂടുതൽ കടന്നു കയറുക എന്നുള്ള കാരണം പിന്നാക്ക വിഭാഗത്തിൽപ്പെടുന്ന കുർമികളുടെ വോട്ട്, OBC വോട്ട് സ്വാഭാവികമായും BJPക്ക് കിട്ടേണ്ട വോട്ടാണ്. ആ വോട്ട് 61 സീറ്റിലാണ് ഇവർ മത്സരിക്കുന്നത്. അത് നിർണായകമാണ്. അത് JMMന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട്. JMM കോൺഗ്രസ് സഖ്യത്തിന് അനുകൂലമായി വരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുമുണ്ട്. എന്തായാലും ജാർഖണ്ഡിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പോരാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നത് ഹേമന്ത് സോറനാണ്. മറുഭാഗത്ത് വേണമെങ്കിൽ മോദിയും അമിത്ഷായും അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വ ശർമ്മയും നിൽക്കുന്നതെന്ന് പറയാം. അങ്ങനെ അതികഠിനമായ ഒരു പോരാട്ടമാണ് നടക്കുന്നത്. അത്തരമൊരു പോരാട്ടത്തിൽ ഒരു പോരാളിയെപ്പോലെ നിന്ന്, ഗോത്രവിഭാഗ പോരാളിയെപ്പോലെ നിന്ന് ബിർസ മുണ്ടയൊക്കെ പിൻഗാമിയാണ് അല്ലെങ്കിൽ ആശയം പിന്തുടരുന്നുവെന്ന് JMM പറയുമ്പോൾ അതല്ല, ബിർസ മുണ്ടയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജയന്തി ആഘോഷം തീരുമാനിച്ചത് BJP ആണ്. ആ ദിവസം ബിർസ മുണ്ടയുടെ 150ാം ജയന്തി ദിവസം വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ആ ബിർസ മുണ്ടയുടെ അവകാശത്തിന് വേണ്ടി അടക്കം BJPയും JMMും തമ്മിൽ പോര് നടക്കുന്നു. ബംഗ്ലാദേശിലുള്ള കുടിയേറ്റക്കാരുടെ പേരിൽ പോര് നടക്കുന്നു. അതിർത്തി സംരക്ഷിക്കേണ്ടത് BSF ആണ്. ആ അതിർത്തിയിൽ നിന്ന് ബംഗ്ലാദേശികൾ നുഴഞ്ഞു കയറുന്നതിന് ഉത്തരവാദികൾ സംസ്ഥാന സർക്കാരല്ലെന്ന മറുപടി ഹേമന്ത് സോറൻ നൽകുന്നു. പക്ഷേ ഈ നുഴഞ്ഞു കയറി വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് റേഷൻ കാർഡ് കൊടുക്കുന്നു. മദ്രസകൾ ഇവരെ പഠിപ്പിക്കുന്നു. അങ്ങനെ മദ്രസകളിലൊക്കെ ഇവരെ പഠിപ്പിക്കുകയാണ്. അവിടുത്തെ ആദിവാസികളുടെ ജനസംഖ്യ കുറയുകയാണ്. അവിടേക്കെല്ലാം ബംഗ്ലാദേശിൽ നിന്ന് മുസ്ലിങ്ങൾ, കുടിയേറ്റക്കാർ കൂടുന്നു എന്ന തരത്തിലേക്കുള്ള വർഗീയ പ്രചരണങ്ങളുമെല്ലാം അതിശക്തമായി നടക്കുന്ന ഒരു സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഇതൊക്കെ എങ്ങനെയാണ് അവിടുത്തെ സാധാരണ ജനങ്ങളെ ബാധിക്കുക എന്നറിയാൻ 23-ന് വോട്ടെണ്ണും വരെ കാത്തിരിക്കുകയല്ലാതെ മാർഗമില്ല.